നിങ്ങളൊരു ബ്രസീൽ ഫാൻ അല്ലായിരിക്കാം, പക്ഷേ നെയ്മറിൻ്റെ ഈ തിരിച്ചുവരവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചവരല്ലേ നിങ്ങൾ? ശരിയല്ലേ? നെയ്മറിൻ്റെ ഈ കംബാക്കിന് വേണ്ടി ആഗ്രഹിച്ചവരും പ്രാർത്ഥിച്ചവരുമൊക്കെ അതൊന്നും ബ്രസീൽ ഫാൻസ് ആവണമെന്നില്ല. അത് ചിലപ്പോൾ അർജൻറ്റീന ആരാധകരോ ഫ്രാൻസോ പോർച്ചുഗലോ, അങ്ങനെ എല്ലാവരും. ഇതൊക്കെയാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. നെയ്മറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇന്ന് പുറത്തു വന്ന ഒരുപാട് വീഡിയോസുകളുണ്ട്. ആ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം എത്രത്തോളം ആ ടീമിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത്. അദ്ദേഹത്തിൻ്റെ ആ പേര് കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് ആ മഞ്ഞക്കുപ്പായം അണിയാനും ആ 6ാം കിരീടത്തിലേക്ക് ബ്രസീലിനെ കൊണ്ടെത്തിക്കാനും അദ്ദേഹം അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹീനോ ലാസ്റ്റ് വേൾഡ് കപ്പാണ്, അവസാന ചാൻസാണ്. ഇനിയൊരു വേൾഡ് കപ്പിനും കൂടി യൗവനം അദ്ദേഹത്തിന് ബാക്കിയില്ല. ശരിയാണ്. അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ ബ്രസീലിൻ്റെ ആ വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്തു. ആ അനൗൺസ് ചെയ്യുന്ന ആ ലൈവ് പരിപാടി എത്ര മനുഷ്യരാണ് കണ്ടിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ആ പേര് പ്രതീക്ഷയോടുകൂടി വീക്ഷിക്കുന്നത് ഒരുപാട് മനുഷ്യരാണ്. കേവലം ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന കുറഞ്ഞ വ്യക്തികളോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ മനുഷ്യരോ മാത്രമല്ല, ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ വരെ അദ്ദേഹത്തിൻ്റെ കംബാക്കിനെ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം ഈ മനുഷ്യരിലൊക്കെ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു താരം ആ രാജ്യത്തിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്തുക, ആ രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ താരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. ആ ഒരു ഫുട്ബോൾ താരത്തിൻ്റെ കംബാക്ക് ഒരു രാജ്യമല്ല, ലോക ഫുട്ബോൾ ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ താരം വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതോടെ ഇന്നലെ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ച ആ ലോകകപ്പിലേക്കുള്ള സ്ക്വാഡ് അപാര സ്ട്രെങ്ത് ആണുള്ളത്. നെയ്മറും റാഫിനയും വിനീഷ്യസ് ജൂനിയറും ഇഗോർ തിയാഗോയും എൻട്രിക്കുമായിട്ട് അങ്ങനെ ഒട്ടനവധി പ്രഗത്ഭരായ താരങ്ങളെയാണ് ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ആ വേൾഡ് കപ്പ് അടിക്കുക എന്ന ദൗത്യം മാത്രമേ അവർക്ക് മുമ്പിലുള്ളൂ. ഏകദേശം നെയ്മർ 3 വർഷത്തോളമായിട്ട് ബ്രസീൽ ടീമിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഫൗളുകളും അദ്ദേഹത്തിന് പരിക്കുകളും ഫോം ഔട്ടുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നിതാ ആ സിറ്റുവേഷനിലൂടെ ഒരു സ്കോപ്പുമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആ ഒരു വ്യക്തി നെയ്മർ ജൂനിയർ ഇന്ന് കംബാക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് മേൽ നിയോഗിക്കപ്പെട്ട ആ ഒരു ദൗത്യം നിർവഹിക്കുക എന്നതാണ്. അദ്ദേഹം നടപ്പാക്കുക തന്നെ ചെയ്യും.